കൂട്ടുകാരെ, നമുക്ക് അടുത്ത പാഠം ചതുർത്ഥഃ പാഠഃ. ചതുർത്ഥഃ നാലാമത്തെ പാഠം വിദ്യാലയഃ. എന്താണ്? വിദ്യാലയഃ. ചതുർത്ഥഃ പാഠഃ വിദ്യാലയഃ. ഇനി നമുക്ക് ഈ വിദ്യാലയത്തിലെ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ, ഈ നമ്മുടെ പുസ്തകത്തിലെ ആ ചിത്രത്തിലെ എന്തൊക്കെ കണ്ടു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും എഴുതി വയ്ക്കുമല്ലോ. മമ വിദ്യാലയഃ. മമ വിദ്യാലയഃ. മമ എന്ന് വെച്ചാൽ എൻ്റെ. മമ എൻ്റെ. നമ്മൾ 1-ാം ക്ലാസ്സിലെ പഠിച്ചതാണ്. വിദ്യാലയഃ പള്ളിക്കൂടം. മമ വിദ്യാലയഃ എൻ്റെ പള്ളിക്കൂടം. ചിത്രേ കിം കിം പശ്യന്തി. ആ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടു? ചിത്രേ കിം കിം പശ്യന്തി. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്? പുസ്തകത്തിലെ ചിത്രത്തിലെ നമുക്കൊന്ന് നോക്കാം. വിദ്യാലയഃ, ഒരു വിദ്യാലയം കണ്ടു അല്ലേ? വിദ്യാലയഃ എന്ന് വെച്ചാൽ എന്താണ്? സ്കൂൾ. വിദ്യാലയഃ എന്താണ്? വിദ്യാലയഃ സ്കൂൾ കണ്ടു. പിന്നെയോ, സ്കൂളിൽ ആരുണ്ട്? ഒരു മാഷുണ്ടല്ലേ? അധ്യാപകഃ. ആരാണ്? അധ്യാപകഃ. വിദ്യാലയഃ അധ്യാപകഃ. പിന്നെയോ, കുട്ടികളെ കണ്ടു, ബാലന്മാരെ, ആൺകുട്ടികളെ കണ്ടു. ബാലകാഃ. ആരെയാണ് കണ്ടത്? ബാലകാഃ ആൺകുട്ടികൾ. ബാലകാഃ. പിന്നെയോ, ബാലികാഃ പെൺകുട്ടികളെയും കണ്ടു. ബാലകാഃ ബാലികാഃ. അപ്പോ വിദ്യാലയഃ അധ്യാപകഃ ബാലകാഃ ബാലികാഃ. ഇനി ഉപവനം. ഉപവനം എന്ന് വെച്ചാൽ പൂന്തോട്ടം. ഉപവനം. ഉദ്യാനം. ഉദ്യാനം തന്നെയാണ് ഉപവനം. പൂന്തോട്ടത്തെയാണ് ഉപവനമെന്നും ഉദ്യാനമെന്നും പറയുന്നത്. അടുത്തതോ, ചിത്രപതംഗഃ. പൂന്തോട്ടത്തിൽ പൂവിൽ ആര് വന്നിരിക്കും? ചിത്രപതംഗഃ പൂമ്പാറ്റ വന്നിരിക്കും അല്ലേ? ഇവരാരും നമുക്ക് അപരിചിതരല്ല, നമ്മൾ പഠിച്ചവരാണല്ലേ ഇതെല്ലാം, പരിചയപ്പെട്ടവരാ. ചിത്രപതംഗഃ. ഈ പൂന്തോട്ടത്തിലെ പൂക്കൾ, ചിത്രശലഭങ്ങൾ, ചിത്രപതംഗങ്ങൾ എന്തിലാണ് വന്നിരിക്കുക? പുഷ്പാണി. എന്തിലാണ്? പുഷ്പാണി പൂക്കൾ. പുഷ്പാണി പൂക്കൾ. ചിത്രപതംഗഃ പുഷ്പാണി. ചിക്രോഡഃ. ചിക്രോഡഃ അണ്ണാൻ. ചിക്രോഡഃ അണ്ണാൻ. നമ്മൾ ചിക്രോഡഹയും നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ? വൃക്ഷാഹ മരങ്ങളുണ്ടല്ലേ ആ ചിത്രത്തിലെ. നമ്മള് മരങ്ങൾ, ഒരു മരം അടുത്ത് കാണുന്നു, ദൂരെയും കുറച്ച് മരങ്ങളെ കാണുന്നുണ്ട്. വൃക്ഷാഹ. കൂർമാഹ ആമകളെ കണ്ടു അല്ലേ? കൂർമഹ. കൂർമാഹ. ഇവിടെ നമ്മൾ ഒത്തിരി ആമകളെ വച്ചിരിക്കുന്നുണ്ട് കൂർമാഹ എന്ന് പറഞ്ഞത്. ഒരാമയാണെങ്കിൽ കൂർമഹ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ കൂർമാഹ. അടുത്തതായി നമ്മുടെ ക്ലാസ് മുറി. കക്ഷ്യ. ക്ലാസ് മുറിക്ക് എന്താ പറയുക? കക്ഷ്യ. എന്താണ്? കക്ഷ്യ. മീനഹ. നമ്മൾ വെള്ളത്തിൽ ആര് തുള്ളിച്ചാടുന്ന കണ്ടു? മീനഹ മത്സ്യം. മീനാഹ. ഇവിടെ നമ്മൾ ഒന്നിൽ കൂടുതൽ മത്സ്യങ്ങളെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് ബഹുവചനത്തിൽ കൊടുത്തിരിക്കുന്നുണ്ട് മീനാഹ. അടുത്തതാ അങ്കണം. മുറ്റം. വിദ്യാലയ മുറ്റം അല്ലേ? അങ്കണം മുറ്റം.
ക്രീഡാങ്കണം. ക്രീഡാങ്കണം എന്ന് വെച്ചാൽ എന്താണ്? കളിസ്ഥലം. ക്രീഡാങ്കണം, കളിസ്ഥലം, ക്രീഡാങ്കണം. ഭേഗാഹ. ഭേഗാഹ എന്ന് വെച്ചാൽ തവളകൾ. ഭേഗഹ തവള, ഭേഗാഹ തവളകൾ. ഭേഗാഹ. പിന്നെയോ ഖഗാഹ. പക്ഷികളെയും കണ്ടു അല്ലേ? ഖഗാഹ, പക്ഷികൾ. കേദാരഹ, വയൽ. കേദാരഹ, വയൽ. പിന്നെയോ അപ്പോ ചിത്രേ കിം കിം പശ്യന്തി നമുക്കൊന്ന് നോക്കാം. വിദ്യാലയഃ, വിദ്യാലയം. അധ്യാപകഃ, അധ്യാപകൻ. ബാലകാഃ, ആൺകുട്ടി. ബാലികാഃ, പെൺകുട്ടി. ഉദ്യാനം, പൂന്തോട്ടം. ചിത്രപതംഗഃ, ചിത്രശലഭം. പുഷ്പാണി, പൂക്കൾ. ചിക്രോഡഃ, അണ്ണാൻ. മീനഃ, മത്സ്യം. ഖഗഃ, പക്ഷികൾ. കേദാരഃ, വയലുകൾ. കേദാരഃ, വയല്. കേദാരാഹ കൊടുത്താലേ വയലുകൾ എന്ന് പറയൂ. അങ്കണം, മുറ്റം. ഭേഗഃ, തവള. വൃക്ഷാഹ, മരങ്ങൾ. കക്ഷ്യ, ക്ലാസ്. കൂർമഃ, ആമ. വാക്കുകൾ നമുക്കൊന്ന് വായിച്ചാലോ. വിദ്യാലയഃ, അധ്യാപകഃ, ബാലകഃ, ബാലിക. ഉപവനം. ചിത്രപതംഗഃ. പുഷ്പാണി. ചിക്രോഡഃ. മീനഃ. ഖഗാഃ. കേദാരഃ. അങ്കണം, ക്രീഡാങ്കണം. ഭേഗഃ, വൃക്ഷാഃ. കക്ഷ്യ, കൂർമാഃ. ഈ പാഠഭാഗത്ത് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വാക്കുകൾ. അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ എഴുതി പഠിക്കുമല്ലോ. ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പാട്ട് പാടി അത് വായിക്കുന്നതും പാടുന്നതും കൂടി ഇട്ട് തരാം. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതോടൊപ്പം ടീച്ചർ അയച്ചിരിക്കുന്ന പിന്നീട് PDF നോക്കി വാക്കുകളും അർത്ഥങ്ങളും എഴുതിയെടുത്ത് പഠിക്കുമല്ലോ. കൂട്ടുകാരെ, നമുക്ക് ഇനി ആ പാട്ടൊന്ന് പഠിച്ചാലോ. നമുക്ക് ആ പാട്ടിലെ ആദ്യം വരികളും വാക്കുകളും ഒക്കെ ഒന്ന് പഠിച്ചു പോവാം അല്ലേ. ഇതെന്താണ് ഈ കാണുന്നത്? ഈ കാണുന്നത് ഒരു പൂന്തോട്ടമാണ് അല്ലേ. പുഷ്പാണി, ചിത്രപതംഗഃ ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് വിദ്യാലയത്തിലുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഇത് ഏതക്ഷരമാണ് വരുന്ന? വി. വി, ദ്യാ, ല, യഹ. അപ്പോൾ എന്തായി മാറി? വിദ്യാലയഃ. എങ്ങനെ പറയും? വിദ്യാലയഃ, വിദ്യാലയഃ. അപ്പോൾ വിദ്യാലയഃ എന്നാണ് നമ്മുടെ കവിതയുടെ പേരല്ലേ. നമുക്കിനി വരികൾ നോക്കാം. നമ്മൾ കേട്ടു. ഏതാണ് ഈ അക്ഷരം കയറി വരുന്നത്? വി. ദ്യ, ദ്, യ. ദ്യ, വിദ്യാ, യാഹ. വിദ്യാലയത്തിൻ്റെ ഇടയ്ക്കുള്ള ലാ പോയിട്ട് ബാക്കി വിദ്യായാഹ. ഇതെങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? വിദ്യായാഹ, വിദ്യായാഹ. മേ, മേ, വിദ്യായാഹ. അറിവിൻ്റെ, അറിവുകളുടെ. വിദ്യ, അറിവ്. വിദ്യായാഹ, അറിവുകളുടെ. മേ, എൻ്റെ. മേ എന്ന് വെച്ചാൽ എൻ്റെ. വിദ്യായാഹ മേ നിലയം. അപ്പൊ എൻ്റെ മേ വിദ്യായാഹ നിലയം. എൻ്റെ അറിവുകളുടെ നിലയം. നിലയം വീട്. എന്താണ്? നിലയം. പശ്യതു, പശ്യതു കാണൂ. മേ വിദ്യായാഹ മേ നിലയം പശ്യതു.
മേ എൻ്റെ, വിദ്യായാഹ നിലയം എൻ്റെ അറിവിൻ്റെ വീട്, നിലയം വീട്. പശ്യതു പശ്യതു കാണൂ. വിദ്യായാഹ മേ നിലയം പശ്യതു ഉപവനസഹിതമിമം. ആ വിദ്യയുടെ വീട്, എൻ്റെ അറിവിൻ്റെ ഈ വീട് നോക്കൂ എങ്ങനെയുള്ളതാണ്? ഉപവനസഹിതമാണ്. ഉപവനത്തോട്, ഉദ്യാനത്തോട് കൂടിയതാണ്, പൂന്തോട്ടത്തോട് കൂടിയതാണ്. വിദ്യായാമേ നിലയം പശ്യതു ഉപവനസഹിതമിമം. വിദ്യായാഹ മേ നിലയം പശ്യതു ഉപവനസഹിതമിമം. വിദ്യായാഹ അറിവിൻ്റെ, മേ എൻ്റെ, നിലയം പശ്യതു വീട് കാണൂ. അറിവ് നൽകുന്ന എൻ്റെ അറിവിൻ്റെ വീട് കാണൂ. ഉപവനസഹിതമിമം ഉപവനത്തോട്, പൂന്തോട്ടത്തോട് കൂടിയതാണ്. വിദ്യായാഹ മേ നിലയം പശ്യതു ഉപവനസഹിതമിമം. ഇതിലെല്ലാ വാക്കും നമ്മൾക്ക് പരിചയമായല്ലേ? വിദ്യായാഹ അറിവിൻ്റെ, മേ എൻ്റെ, നിലയം വീട്, പശ്യതു നോക്കൂ കാണൂ, ഉപവനസഹിതമിമം ഉപവനത്തോട് കൂടിയതാണ്, ഉദ്യാനത്തോട് കൂടിയതാണ്. നോക്കൂ അടുത്തെന്താണ് പറയാനുള്ളത് നോക്കാം. ഏതാണ് ഈ വരുന്ന അക്ഷരം? വി. യാഹ വിദ്യായാഹ നമ്മൾ കഴിഞ്ഞ വരിയിൽ പഠിച്ചു തന്നെയാണ്. വിദ്യായാഹ മേ, എന്താണ്? മേ. വിദ്യായാഹ മേ നിലയം വിദ്യയുടെ എൻ്റെ വീട്, വിദ്യയുള്ള അറിവുള്ള എൻ്റെ വീട്, പശ്യതു നോക്കൂ. വിദ്യായാഹ മേ നിലയം പശ്യതു. എങ്ങനെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ് ഉപവനസഹിതം, ഇനിയോ ഗുരുജനസഹിതമിമം. എങ്ങനെയാണ്? ഗുരുജനസഹിതമിമം. വിദ്യായാഹ മേ നിലയം പശ്യതു ഗുരുജനസഹിതമിമം. അപ്പം നേരത്തെ പറഞ്ഞു വിദ്യായാഹ മേ നിലയം പശ്യതു ഉപവനസഹിതമിമം. വിദ്യായാഹ മേ നിലയം പശ്യതു ഗുരുജനസഹിതമിമം. ഇപ്പോഴോ ഗുരുജനസഹിതം. അപ്പോ ഉപവനം ഉദ്യാനത്തോട് കൂടിയതാണ്, ഗുരുജനങ്ങളോട് കൂടിയതാണ്, അധ്യാപകരോട് കൂടിയതാണ്. അപ്പൊ എൻ്റെ വിദ്യാലയം എന്ന ഈ കെട്ടിടം നോക്കൂ, എന്തൊക്കെയുണ്ട്? പൂന്തോട്ടങ്ങളുണ്ട്, ഗുരുജനങ്ങളുണ്ട്. അടുത്തെന്താണെന്ന് നോക്കാം. വിദ്യായാഹ വിദ്യായാഹ. വായിച്ചേ. മേ. എന്താണ്? നിലയം. എന്താണ്? പശ്യതു. വിദ്യായാഹ മേ നിലയം പശ്യതു ജ്ഞാനസമേതമിമം. എങ്ങനെയാണ്? ജ്ഞാനസമേതമിമം. ജ്ഞാനം അറിവ്, ജ്ഞാനം അറിവ്, ജ്ഞാനസമേതം അറിവോട് കൂടിയതാണ്. വിദ്യായാഹ മേ നിലയം പശ്യതു ജ്ഞാനസമേതമിമം. ജ്ഞാനം അറിവ്, സമേതം കൂടിയത്, ജ്ഞാനസമേതമിമം ഇത് അറിവോട് കൂടിയതാണ്. വിദ്യയുടെ, എൻ്റെ വിദ്യയുടെ നിലയം നോക്കൂ, വിദ്യയുടെ അറിവിൻ്റെ വീട് നോക്കൂ. ജ്ഞാനസമേതമിമം ജ്ഞാനം അറിവോട് കൂടിയതാണ്. അടുത്ത് നോക്കാം. ഏതാണ് അക്ഷരം? വി. അടുത്ത അക്ഷരം ദ്യായാഹ. വിദ്യായാഹ വിദ്യായാഹ അറിവിൻ്റെ. മേ
എന്താണ്? നിലയം. പശ്യതു കാണൂ. വിദ്യായാഹ മേ നിലയം പശ്യതു സ്നേഹപവിത്രമിമം. സ്നേഹപവിത്രമിമം. ഇമം സ്നേഹപവിത്രം. ഇത് സ്നേഹത്തോട് കൂടിയതാണ്. സ്കൂളിൽ നമുക്ക് വളരെയേറെ അധ്യാപകരും നമ്മൾ കൂട്ടുകാരും പരസ്പരം ഏറെ സ്നേഹത്തോടു കൂടിയല്ലേ കഴിയുന്നത്. വിദ്യായാഹ മേ നിലയം പശ്യതു സ്നേഹപവിത്രമിമം. വിദ്യായാഹ മേ നിലയം പശ്യതു സ്നേഹപവിത്രമിമം. അപ്പോൾ വിദ്യായാഹ മേ നിലയം പശ്യതു ഉപവനസഹിതമിമം. വിദ്യായാഹ മേ നിലയം പശ്യതു ഗുരുജനസഹിതമിമം. വിദ്യായാഹ മേ നിലയം പശ്യതു ജ്ഞാനസമേതമിമം. വിദ്യായാഹ മേ നിലയം പശ്യതു സ്നേഹസമേതമിമം. സ്നേഹസമേതമിമം. വിദ്യായാഹ മേ നിലയം പശ്യതു ഉപവനസഹിതമിമം. വിദ്യായാഹ മേ നിലയം പശ്യതു ഗുരുജനസഹിതമിമം. വിദ്യായാഹ മേ നിലയം പശ്യതു ജ്ഞാനസമേതമിമം. വിദ്യായാഹ മേ നിലയം പശ്യതു സ്നേഹസമേതമിമം. 4 വരി നമുക്ക് ഈ 4 വരിയും കൂടി ഒന്ന് പാടി നോക്കാം. വിദ്യായാഹ മേ നിലയം പശ്യതു ഉപവനസഹിതമിമം. വിദ്യായാഹ മേ നിലയം പശ്യതു ഗുരുജനസഹിതമിമം. വിദ്യായാഹ മേ നിലയം പശ്യതു ജ്ഞാനസമേതമിമം. വിദ്യായാഹ മേ നിലയം പശ്യതു സ്നേഹപവിത്രമിമം. ഇങ്ങനെയാണ് ഒന്നിച്ച് കൂട്ടിച്ചേർത്താലോ. ഇതിൽ എല്ലാ വരികളിലും ഒരുപോലെ ഉള്ള 2 ബോക്സുകളുണ്ട്. ഏതൊക്കെയാണ്? വിദ്യായാഹ നിലയം പശ്യതു. ഇത് 4 വരിയിലും കൃത്യമായിട്ടുള്ളതാണല്ലേ. വിദ്യായാഹ നിലയം പശ്യതു. അതുപോലെ അവസാനത്തെ ഇമം എന്ന വാക്കും. ഏതാണ്? ഇമം എന്ന വാക്കും. വിദ്യായാഹ നിലയം പശ്യതു അവസാനത്തെ ഇമം. ഇനി നമുക്ക് കൂട്ടിച്ചേർത്ത് നോക്കാം. വിദ്യായാഹ നിലയം പശ്യതു ഉപവന സഹിതമിമം. അടുത്തതോ? വിദ്യായാഹ നിലയം പശ്യതു ഗുരുജന സഹിതമിമം. വിദ്യായാഹ നിലയം പശ്യതു സ്നേഹപവിത്രമിമം. വിദ്യായാഹ നിലയം പശ്യതു ജ്ഞാനസമേതമിമം. ഉപവനസഹിതം ഗുരുജനസഹിതം ജ്ഞാനസമേതം സ്നേഹപവിത്രം. ഏതൊക്കെയാണ്? ഉപവനസഹിതം ഗുരുജനസഹിതം ജ്ഞാനസമേതമിമം സ്നേഹപവിത്രം. നമുക്ക് ഒരേ വാക്കുകളായിട്ടൊന്ന് നോക്കാം. മേ അറിയാമല്ലേ? ഏതാ വാക്ക്? വിദ്യാലയ. ഏതാ? വിദ്യായാഹ. നിലയം പശ്യതു ഉപവന സഹിതമിമം. ഗുരുജന
സഹിതമിമം ജ്ഞാനസമേതം സ്നേഹപവിത്രം വിദ്യാലയഃ വിദ്യായാഃ നിലയം പശ്യതു മേ ഗുരുജനസഹിതമിമം ജ്ഞാനസമേതമിമം സ്നേഹപവിത്രമിമം ഉപവനസഹിതമിമം. ഇനി നമുക്കിതിൽ വെച്ചുകൊണ്ട് ഇതിൽ നമുക്ക് എല്ലാ വാക്കുകളും കിടപ്പുണ്ട്. ഇതിനെ നമുക്ക് ശരിയായിട്ട് കവിതയാക്കിയെടുക്കാം. വിദ്യായാഹ മേ നിലയം പശ്യതു ഉപവനസഹിതമിമം ഗുരുജനസഹിതമിമം സ്നേഹപവിത്രം ജ്ഞാനസമേതമിമം. ദ് യ ദ്യ ദ് യ ദ്യ ശ് യ ശ്യ ശ് യ ശ്യ പ് യ പ്യ വ് യ വ്യ ന് യ ന്യ ജ് ഞ ഞ ജ് ഞ ഞ സ് ന സ്ന സ് ന സ്ന ന് മ മ ന് മ മ ത് ര ത്ര ത് ര ത്ര. നമുക്ക് അക്ഷരങ്ങൾ, ഈ പാഠത്തിലെ പുതിയ അക്ഷരങ്ങൾ ഒന്ന് നോക്കിയാലോ. യ, ഇതേതാണ് അക്ഷരം? യ. ഈ അക്ഷരം ഏതാണ്? യ. ര യ ര ല ല വ. അപ്പം ഏതൊക്കെയാണ്? യ ര ല വ. യ. ഇത് യ ര ല വ. ഇനി നമുക്കിത് ഓരോന്നിനും സ്വരം ചേർത്തിരിക്കുന്ന നോക്കൂ. യ യാ ഇ ഈ യു യൂ ഇർ ഏ യായി യോ യൗ യം യ. രാ രാ രി രി രു രു ഋ രേ റൈ രോ രൗ രം രം. ലാ ലി ലീ ലു ലൂ ലിർ ലേ ലൈ ലോ ലൗ ലം ല. വാ വാ വി വി വൂ വൂ വിർ വേ വൈ വോ വൗ വം വ. എങ്ങനെയാണ്? യാ യാ ഇ ഈ യു യൂ ഇർ ഏ ഐ യോ യൗ യം യ. രാ രാ രി രി രു രു രിർ രേ രൈ രോ രൗ രം രം. ലാ ലാ ലി ലീ ലു ലൂ ലിർ ലേ ലൈ ലോ ലൗ ലം ല. വാ വാ വി വി വു വൂ വിർ വേ വൈ വോ വൗ വം വ. അപ്പോൾ യാരാലാവ എന്നുള്ള അക്ഷരങ്ങൾ എഴുതി പഠിക്കണം. ഈ വാക്കുകളൊക്കെ തിരിച്ചറിയാനും കഴിയുന്നത്ര വാക്കുകൾ എഴുതാനും ശ്രമിക്കണം. ദ് യാ ദ്യ സ് ന സ്ന പ ത റ ത്രയൊക്കെ നിങ്ങൾ ഈ പാഠഭാഗം, ഈ വിദ്യാലയ എന്നുള്ള പാഠഭാഗത്തിലെ വാക്കുകളും ഈ പാട്ടും നിങ്ങൾ നന്നായി പഠിച്ചു വച്ചിരിക്കണേ. അടുത്ത ദിവസം ടീച്ചർ ഇതിൻ്റെ വർക്ക്ഷീറ്റ് ഇട്ട് തരുന്നതാണ്.